ഹൗസിൽ നിന്നിറങ്ങിയ ബിന്നി ലാലേട്ടൻ്റെ അടുത്തേക്കാണ് വന്നത്. ബിന്നിയുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുകയുണ്ടായി. അതിനെല്ലാം ശേഷം ലാലേട്ടൻ ബിന്നിയോട് പറയുന്നുണ്ടായിരുന്നു, സാബു വന്നപ്പോൾ എന്തോ പറഞ്ഞിരുന്നല്ലോ അല്ലേ, അയ്യോ സാബു ചേട്ടാന്ന് ബിന്നി ഒരു വിളിക്കുന്നുണ്ട്. ആ പറഞ്ഞിരുന്നു ലാലേട്ടാ, സാബു ചേട്ടൻ്റെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരായാലും അവർ പിറ്റേ ആഴ്ചയിൽ ഔട്ടായി പോകുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ വിചാരിച്ച് ഒരു ദിവസമല്ലേ ഉള്ളൂ ഞാൻ കിടന്നുള്ളൂ. സാബുചേട്ടൻ പറഞ്ഞത് 2 ആഴ്ച വീട്ടിലുണ്ടാവുമെന്നാണ്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഞാൻ ഒറ്റ ദിവസമല്ലേ കിടന്നുള്ളൂ, നാളത്തേക്ക് മാറി കിടക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോൾ സാബുചേട്ടൻ പോയി. പക്ഷേ പിന്നീട് എൻ്റെ മൈൻഡിൽ അതങ്ങ് മാറി എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. പറയുന്നുണ്ട് ആ സീസണിൽ അങ്ങനെയാണ് സംഭവിച്ചത്. വീട്ടിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെന്നും ബിന്നിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് മിസ് ചെയ്യുന്നത് നെവിനെയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോയിച്ച് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഇല്ല ലാലേട്ടാ ഞാൻ പോകുന്നില്ല, ഞാൻ പോയാൽ ചിലപ്പം കരഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകണ്ടെന്ന് പറയുന്നു. ശരി, ഞാൻ വീട്ടിലുള്ളവരുടെ അടുത്ത് പറഞ്ഞേക്കാമെന്ന് ലാലേട്ടൻ ബിന്നിയോട് പറയുന്നുണ്ട്. വിജയ് ആറാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബിന്നി പറയുന്നുണ്ട്, ഷാനവാസിക ആയിരിക്കാം, ചിലപ്പം അനുമോളായിരിക്കാം, ചിലപ്പം അനീഷേട്ടൻ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ മാറി മറിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റുകളാണെന്നും ബിന്നി പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ എല്ലാവിധ സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ബിന്നിയോട്. ബിന്നി ഒരു ആക്ടറാണ്, ആർട്ടിസ്റ്റാണ്, ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്, ഡോക്ടറാണ്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. ഓൾ ദ ബെസ്റ്റ്. ബിന്നി ലാലേട്ടനോട് പറയുന്നുണ്ട്, ലാലേട്ടൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ. അങ്ങനെ ബിന്നി ലാലേട്ടൻ്റെ കാലിൽ തൊഴുത് എന്നിട്ടാണ് ബിഗ് ബോസ് ഹൗസിന് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കുന്നത്.